എന്താ പേപ്പറും പെണ്ണും കയ്യിൽ വെച്ചിട്ട് വരവ് കണക്ക് നോക്കാം. വരവ് ചെലവ് കണക്കൊന്നല്ല, അതൊന്നല്ല നോക്കണം. പിന്നെന്താ ആളെ വെച്ചുകൊണ്ടിരിക്ക? വേറൊന്നല്ല, അടുത്ത ആഴ്ച ഓണല്ലേ? ഓണത്തിന് നമ്മുടെ വായനശാലയില് ലേഡീസിന്റെ പൂക്കള മത്സരം വെച്ചിട്ടുണ്ട്. അറിയോ? അതില് ഞാനും ചേർന്നു. വെരി ഗുഡ്. പ്രൈസും ഉണ്ട്. അപ്പൊ എനിക്ക് ഒരാഗ്രഹം, അതില് പ്രൈസ് വാങ്ങണമെന്ന്. അമ്മ മത്സരത്തില് ജോയിൻ ചെയ്യണ്, പ്രൈസ് മേടിക്കണ്, വീട്ടിൽ പറഞ്ഞു ഈ കൊള്ളാം. ശരി, അതിനാണ് ഞാൻ ഓരോരോ ഡിസൈൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ. അത് ഞാൻ വിചാരിച്ച മാതിരി എന്താ ഡിസൈൻ വരണില്ല, എത്ര വരച്ചാലും. ഇതിലെന്താണ് ഇത്ര ബുദ്ധിമുട്ടിങ്ങനെ? ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു കുത്ത്, അവിടെ ഒരു കുത്ത്, അവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു വെച്ച് ഇങ്ങനെ കുത്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാം അങ്ങനെ ജോയിൻ ചെയ്താലേ പൂക്കളം മത്സരമായി. അമ്മ പ്രൈസ് മേടിക്കാണ്, സൂപ്പറായി. ഇതിനെക്കാട്ടിൽ എന്താ വേണ്ട? അങ്ങനെ കുത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്താലൊന്നും അതിന് ചില മുറകളുണ്ട്. ഓ, മുറയൊക്കെ ഉണ്ട്. അതിന് ചില മുറകളുണ്ട്. ഒരു കുത്ത് അതിൻ്റെ അടുത്ത് എത്ര ദൂരത്തിൽ വെക്കണം, അതിന്റെ ഏത് സൈഡിൽ വെക്കണം, മെഷർമെന്റ് ഉണ്ട്. അതിന് ചില മുറയുണ്ട്. അതനുസരിച്ചിട്ട് പുള്ളി വെച്ചാലാണ് ആ ഡിസൈൻ നമ്മൾ മനസ്സിൽ വിചാരിച്ച മാതിരി കിട്ടുള്ളൂ. അതാ ഞാനിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കണേ. എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ഒരു നല്ല ഡിസൈൻ കിട്ടിയിട്ടില്ല. കിട്ടണം, അത് എടുക്കണം. നല്ല ഐഡിയ. അമ്മേ, പട്ടണ ഐഡിയ തോന്നും. എന്താ അത്? അടുത്ത വീട്ടിൽ എൻ്റെ ഫ്രണ്ടല്ലേ ഷീല, അത് എപ്പോ നോക്കിയാലും വെറുതെ കഴിക്കാൻ കിടക്ക അത്ര എന്റെ ഭാര്യ. അമ്മ ഒരു കാര്യം, ഷീല അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാലേ പൂക്കളം മത്സരത്തിൽ എങ്ങനെയാണ് പഠിക്കാനും വേണ്ടിയിട്ട് അവരോട് ട്യൂഷൻ എടുത്തോളും. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും. അമ്മ പഠിച്ചിട്ട് പിന്നെ ഓണത്തിന് മത്സരത്തിൽ ജോയിൻ ചെയ്യാം, പ്രൈസും മേടിക്കാം. ഓക്കെ അല്ലേ? നാളെ വേണ്ട, ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ നമ്മളെന്തെങ്കിലും നോക്കണേ. പൂക്കളം മത്സരത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ശരി, പോവാം. ഓക്കെ, പോവാന്നല്ലേ പറഞ്ഞേ. ശരി, നടക്കട്ടെ. ഇപ്പം അടുത്ത വീട്ടില് ഷീലയുടെ അടുത്ത് പോയി പഠിച്ച് പൂക്കള മത്സരത്തിൽ ഞാൻ പ്രൈസ് വാങ്ങണം. ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ഇട്ടിട്ട് പൂക്കളത്തിൽ മത്സരിച്ചിട്ട് ഞാൻ പ്രൈസ് വാങ്ങണം. അതാണ് എൻ്റെ ആശ.